നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വേരുകൾ ആഴത്തിലുള്ളതെന്ന് വ്യക്തമാക്കുന്നു SIT VSSC റിപ്പോർട്ട്. എത്ര നാളായി ഈ കളവ് തുടങ്ങിയിട്ട്? ദ്വാരപാലക ശില്പത്തിലെയും വാതിലിലെയും സ്വർണ്ണപ്പാളികൾ മാത്രമാണോ കട്ടത്? അങ്ങനെ കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ ഒട്ടേറെയാണ്. അയ്യന്റെ യഥാർത്ഥ സ്വത്തെവിടെ? നിലവിലുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റോ? വിശ്വാസികൾക്കും മാത്രമല്ല, ഹൈക്കോടതിക്കും നല്ല സംശയമുണ്ട്. കൊള്ളയുടെ ആഴവും വ്യാപ്തിയും കൂടുന്നു. സന്നിധാനത്തെ അയ്യപ്പ വിഗ്രഹമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ആകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഭക്തർ. ടോപ് 10ലേക്ക് സമഗ്രമായി വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടെന്ന് കോടതി. നാളെ തന്നെ ശബരിമലയിലെത്തി വീണ്ടും പരിശോധന നടത്താൻ SITക്ക് നിർദ്ദേശം. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തണം. PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളും പരിശോധിക്കുമെന്ന് SIT. കൂടുതൽ അറസ്റ്റിന് സാധ്യത. കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയും UAEയും 2032ഓടെ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കി $200 ബില്യൺ എത്തിക്കാൻ ധാരണ. 2028 മുതൽ 10 വർഷം ഇന്ത്യയിലേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യും. പ്രതിരോധ മേഖലയിലും ആണവ സാങ്കേതിക വിദ്യയിലും പങ്കാളിത്തം. ബഹിരാകാശ ഗവേഷണ AI മേഖലകളിലും സഹകരണം. ഇന്ത്യയിലെത്തിയ UAE പ്രസിഡന്റിനെ നേരിട്ടെത്തി സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വർഗീയ ധ്രുവീകരണ പരാമർശത്തിൽ ഉറച്ചു മന്ത്രി സജി ചെറിയാൻ. BJP ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടരുതെന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്നുമാണ് ഉദ്ദേശിച്ചതെന്നും മന്ത്രി. വർഗീയതയുടെ തീപ്പൊരിക്കായി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് CPM തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്നുവെന്ന് VD സതീശൻ. മന്ത്രിക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. തെറ്റ് തിരുത്താൻ അവസരം നൽകിയിട്ടും മാറ്റമില്ലെന്ന് കോടതി. കർശന നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ്. ശബരിമല വിമാനത്താവള ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് തിരിച്ചടി. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയല്ല എന്ന വാദം അംഗീകരിച്ചു പാലാ കോടതി. സർക്കാർ അവകാശം ഉന്നയിച്ച 2263 ഏക്കർ ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതെന്ന് കണ്ടെത്തൽ. സമൂഹ മാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ. നോർത്ത് സോൺ DIG അന്വേഷിക്കണം. ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. ദീപകിന്റെ ബന്ധുക്കളുടെയും യുവതിയുടെയും മൊഴി എടുത്തു. രാജ്യത്തെ സാംസ്കാരിക മൗനം ആപത്കരമെന്ന് രാഹുൽ ഗാന്ധി. ഭരണഘടന സംരക്ഷിക്കാൻ ഓരോ ജനപ്രതിനിധികൾക്കും ബാധ്യതയുണ്ടെന്നും രാഹുൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിച്ച് KPCC. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിക്കാതെ വിജയോത്സവം. മഹാപഞ്ചായത്തിൽ രാഹുൽ. T20 ലോകകപ്പിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ICCയുടെ അന്ത്യശാസനം. ഇന്ത്യയിൽ കളിക്കുന്ന കാര്യത്തിൽ ബുധനാഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കണം. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്താൻ ആലോചന. കുംഭമേളയ്ക്ക് ത്രിമൂർത്തി സംഗമ സ്നാനമായ തിരുനാവായയിൽ കൊടിയേറി. വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതം ഉയരുന്നത് ഹൃദയങ്ങൾ കീഴടക്കിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഭക്തിസാന്ദ്രമായി നിളാരതി. പൊളാച്ചിയിൽ നിന്നും പുറപ്പെട്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. സ്റ്റോറി ഓഫ് ദി ഡേ. സുമനസ്സുകളുടെ സഹായം തേടി വിനിത.
വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമലയിൽ നടന്നത് വൻ കൊള്ള. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അപ്പാടെ മാറ്റിയെന്ന് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. VSSC റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ. നേരത്തെയുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് എന്നത് വ്യക്തം. ഇതിൽ വ്യക്തത വരുത്താൻ VSSC ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. കൊടിമര മാറ്റത്തിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടും അന്വേഷിക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നു. സമഗ്ര അന്വേഷണം വേണമെന്നും കോടതി പറയുന്നു. SIT വീണ്ടും നാളെ സന്നിധാനത്തെത്തും. കൂടുതൽ അറസ്റ്റിനും സാധ്യത. നിലവിൽ പ്രധാന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ടവർ കൊള്ള നടത്തിയെന്നും കോടതി രൂക്ഷ വിമർശനമുയർത്തി. ഫെബ്രുവരി 9 കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക സംശയവുമാണ് ഹൈക്കോടതി SITയോട് തുടർ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയത്. വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളി മാറ്റിയോ എന്ന സംശയം ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയും റിപ്പോർട്ട് ചെയ്യുന്നു. നാളെ തന്നെ ശബരിമലയിൽ പരിശോധന നടത്തുവാൻ SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്വർണ്ണപ്പാളി മാറ്റി എന്നുള്ളതും സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ളതിനുമായ ശാസ്ത്രീയമായ അടിത്തറയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയും ലക്ഷ്യമാക്കുന്നത്. വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളി മാറ്റി പുതിയ പാളിയാണോ ശബരിമലയിൽ സ്ഥാപിച്ചതെന്ന് ഹൈക്കോടതിക്കും സംശയമുണരുന്നു. ഉദ്യോഗസ്ഥരടക്കം വിശദമായി ചോദ്യം ചെയ്ത് മൊഴിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി മാറ്റി എന്ന് ഉറപ്പുവരുത്തിയാൽ ക്രിമിനൽ കേസ് നിലനിൽക്കും എന്നും കൂടി ഹൈക്കോടതി ഉറപ്പുവരുത്തുന്നുണ്ട്. സ്വർണ്ണപ്പാളി ചെമ്പായതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന ദേവസ്വം ബോർഡ് അധികാരികളുടെ വാദം ഇതോടെ പൊളിയും. അന്ന് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മുഴുവനും SITക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. ഏതായാലും സമയം നൽകാതെ നാളെ തന്നെ ശബരിമലയിലെത്തി പരിശോധന നടത്തുവാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഗുരുതരമായ സംശയമാണ് ഹൈക്കോടതിക്കും തോന്നിയിട്ടുള്ളത്. VSSCയോട് വീണ്ടും പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. SITയുടെ നാളത്തെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും VSSCയുടെ തുടർ നടപടി. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷിക്കണമെന്ന് ശബരിമല കർമ്മസമിതി ആവശ്യപ്പെട്ടു. ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വഹിന്ദു പരിഷത്ത്, ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നീ ഹൈന്ദവ സംഘടനകൾ ചേർന്ന് തിരുവനന്തപുരത്ത് നാമജപ പ്രതിഷേധവും സംഘടിപ്പിച്ചു. വിശ്വഹിന്ദു പരിഷത്ത് അന്തർദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ നാമജപ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയും UAEയും. ഇന്ത്യ-UAE സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിലാണ് നിരവധി കരാറുകളിൽ ധാരണയായത്. 2032ഓടെ $200 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങളും നടത്തും. പ്രതിരോധ മേഖലയിലുള്ള സഹകരണത്തിലും ധാരണയായിട്ടുണ്ട്. UAE പ്രസിഡന്റിന്റെ സന്ദർശനം വിജയകരമെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. രണ്ടുപേരും ഒരേ കാറിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോയത്. സഹോദരനെന്നാണ് ഷെയ്ഖ് മുഹമ്മദിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇന്ത്യ-UAE ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപര്യത്തെ മോദി പ്രകീർത്തിച്ചു. 3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിൽ നിരവധി കരാറുകളിൽ ധാരണയായി. ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ, AI, ശൂന്യാകാശ ഗവേഷണം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈകോർക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തേകും. കൂടാതെ 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. UAEയിലെ ഫസ്റ്റ് അബുദാബി ബാങ്ക്, DP വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കാനും തീരുമാനമായി. ഇത് നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. UAEയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് കാണിക്കുന്ന താൽപര്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. അതോടൊപ്പം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളെയും ഇരു നേതാക്കളും സംയുക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയത ആളിക്കത്തുന്നു.
തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വർഗീയ ധ്രുവീകരണ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. BJP ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടരുത് എന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്നുമാണ് ഉദ്ദേശിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. വർഗീയതയുടെ തീപ്പൊരിക്കായി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് CPM തീപ്പന്തമെറിഞ്ഞു കൊടുക്കുന്നുവെന്ന് VD സതീശൻ മറുപടി നൽകി. ഗവർണർക്കും സ്പീക്കർക്കും പോലീസിനും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമെന്നാണ് ആരോപണം. മലപ്പുറത്തും കാസർകോട്ടും ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന പ്രസ്താവന വിവാദമാകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. മതാടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗും BJPയും ജയിക്കുന്ന സാഹചര്യമാണ് താൻ വിശദീകരിക്കാൻ ശ്രമിച്ചതെന്ന വാദത്തിൽ തന്നെയാണ് മന്ത്രി. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടരുതെന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും സജി ചെറിയാൻ വിശദീകരിച്ചു. കേരളത്തിലെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് CPMനെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നടക്കുന്നത്. ആ രാഷ്ട്രീയത്തെ നിർത്തുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണമെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ സജി ചെറിയാന്റെ വാക്കുകളെ പിന്തുണയ്ക്കാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനോ മന്ത്രി V ശിവൻകുട്ടിയോ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയം. അതേസമയം പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മന്ത്രിയുടെ വാക്കുകൾ വർഗീയ വിദ്വേഷമുള്ളതാണെന്നും സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ആരോപിച്ച യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. വർഗീയതയുടെ തീപ്പൊരിക്കായി കാത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് തീപ്പന്തമെറിഞ്ഞു കൊടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിണറായി വിജയനും VD സതീശനുമൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതാവും. കുറെ കഴിയുമ്പോൾ ഓർമ്മ മാത്രമാവും. പക്ഷെ കേരളം അപ്പോഴും ഉണ്ടാവും. ആ കേരളത്തിന് അതിന്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ആത്മവിശ്വാസക്കുറവാണ് CPMനുള്ളതെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അതേസമയം നാളെ മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ വർഗീയ പ്രസ്താവനകൾ നടത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് CPMന്റെ തെരഞ്ഞെടുപ്പ് നയമെന്ന് ചൂണ്ടിക്കാട്ടിയാകും പ്രതിപക്ഷം ആഞ്ഞടിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കശുവണ്ടി അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത സർക്കാരിന്റെ നടപടി കോടതി അലക്ഷ്യം എന്ന് വ്യക്തമെന്നും ഹൈക്കോടതി പറഞ്ഞു. കർശന നടപടി എടുക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അനുമതി നൽകാത്തതിൽ പുറത്തു പറയാൻ പറ്റാത്ത കാരണങ്ങൾ ഉണ്ടാകാമെന്ന് കോടതി ഒളിയമ്പും നൽകി. ഒരു തവണ കൂടി തെറ്റുതിരുത്താൻ അവസരം നൽകിയതാണെന്നും എന്നിട്ടും പഴയ അവസ്ഥയിലാണ് സർക്കാരെന്നും ഹൈക്കോടതി വിമർശിച്ചു. സർക്കാരിൻ്റേത് കോടതിയോടുള്ള അനാദരവാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാനുള്ള അധികാരം കോടതിക്ക് ലഭിക്കണമെന്നും ഇതിനായി നിയമ ഭേദഗതി ഉണ്ടാകണമെന്നും അഴിമതി അവസാനിപ്പിക്കാനുള്ള പരിഹാരം അതുമാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കശുവണ്ടി ഇറക്കുമതി അഴിമതിയിൽ പ്രതികളായ കോൺഗ്രസ് നേതാവ് R ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി വേണമെന്നാണ് CBIയുടെ ആവശ്യം. ഇക്കാര്യം നിരാകരിച്ച സർക്കാർ നിലപാട് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ പൊതുപ്രവർത്തകനായ മനോജ് കടകംപള്ളി സമർപ്പിച്ച ഹർജി എത്തിയത്. ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശബരിമല വിമാനത്താവള പദ്ധതി അനിശ്ചിതത്വത്തിൽ. പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥ തർക്കത്തിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് സർക്കാർ പാലാ സബ് കോടതിയിൽ നൽകിയ ഹർജി തള്ളി. എതിർകക്ഷികളായ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഹാരിസൺ മലയാളത്തിന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു. ഇതോടെ ശബരിമല വിമാനത്താവളത്തിന്റെ ഭാവി ആശങ്കയിലാണ്. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായുള്ള ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഭൂമിയെ ചൊല്ലിയാണ് സംസ്ഥാന സർക്കാരും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് കീഴിലെ അയന ചാരിറ്റബിൾ ട്രസ്റ്റും തമ്മിലുള്ള ഉടമസ്ഥാവകാശ തർക്കം. ശബരിമല വിമാനത്താവള പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഈ ഭൂമി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഉടമസ്ഥ തർക്കം വിവാദമായതും കോടതിയിലെത്തിയതും. സ്വന്തം ഭൂമിയെന്ന് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോയത്.
എന്നാൽ ഹാരിസൺ മലയാളം കമ്പനിയിൽ നിന്ന് വാങ്ങിയ ഭൂമിയാണെന്ന അവകാശവുമായി അന്നത്തെ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന ഇന്നത്തെ അയന ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്തെത്തുകയായിരുന്നു. ഇതിനിടെ വിദേശ കമ്പനികളുടെയും വ്യക്തികളുടെയും ഭൂമി ഏറ്റെടുക്കണമെന്ന് MG രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഹാരിസൺ മലയാളം കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഭൂമിയിൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാരിന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് ഉത്തരവിട്ടു. തുടർന്നാണ് 2019 സംസ്ഥാന സർക്കാർ പാലാ സബ് കോടതിയിൽ ഹർജി നൽകിയത്. 7 വർഷം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനൊടുവിലാണ് കേസിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ സർക്കാർ ഹാജരാക്കിയ എല്ലാ റവന്യൂ രേഖകളും പാലാ സബ് കോടതി തള്ളി. അവകാശം ഉന്നയിച്ച 2263 ഏക്കർ ഭൂമി അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളം കമ്പനിയും ഉയർത്തിയ ഉടമസ്ഥാവകാശ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കുടുംബം. യുവതിക്കെതിരെ കുടുംബം മുഖ്യമന്ത്രി, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതുമൂലമുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ദീപകിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും യുവതി മാത്രമാണ് മരണത്തിന് ഉത്തരവാദിയെന്നും കാണിച്ചാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി, IG, കമ്മീഷണർ, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് പോലീസ്, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കാണ് ദീപകിന്റെ അമ്മ ഒപ്പിട്ട പരാതി സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കേസ് അവളെ അറസ്റ്റ് ചെയ്താൽ അതിന് അങ്ങോട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ ജാമ്യത്തിലോട്ട് ജാമ്യം എന്ന് പറഞ്ഞിട്ട് നിയമപരമായി ഒരു നല്ല ശിക്ഷ കൊടുക്കണം. അതാ വേണ്ടത്. ഈ അച്ഛനമ്മക്കും ഇതേമാതിരി കുട്ടിക്ക് അനുഭവം വരാൻ പാടില്ല. അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിഷയം നോർത്ത് സോൺ DIG അന്വേഷിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ദീപകിന്റെ മാതാപിതാക്കളെ സന്ദർശിച്ചു. പോലീസ് നടപടിയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും FIR-ൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമായിരുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ഈ കാര്യം മറച്ചു വച്ചിരിക്കുകയാണ്. 2 ദിവസമാകാൻ പോകുന്നു. ഈ നിമിഷം വരെയും ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റം, ആ കുറ്റമല്ല പ്രധാനമായിട്ടുള്ളത്. ആ കുറ്റത്തിൻ്റെ പേരിൽ വകുപ്പ് ഈ നിമിഷം വരെയും ചേർത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബസ് യാത്രയ്ക്കിടെ ദീപക് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാരോപിച്ച് യുവതി ബസ്സിലെ ദൃശ്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ ഗോവിന്ദാപുരം സ്വദേശിയായ ദീപകിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ബസ്സിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് വീഡിയോ എടുത്തതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തതിൽ പ്രതികരിച്ച മന്ത്രി വീണ ജോർജ്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ടു പോകുമെന്നും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. 2, ഇതിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് അതിലൂടെ മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ പോലീസ് അത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ളത് പോലീസ് കണ്ടെത്തും. തീർച്ചയായും അതിൽ നടപടി, അത് കേസുമായിട്ട് തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തുന്നത് എന്നുള്ളത് കാണട്ടെ. രാജ്യത്ത് പടരുന്ന സാംസ്കാരിക മൗനം ആപത്കരമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP. ഭരണഘടന സംരക്ഷിക്കാൻ ഓരോ ജനപ്രതിനിധിക്കും ബാധ്യതയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകാൻ KPCC കൊച്ചിയിൽ സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആനുകാലിക രാഷ്ട്രീയ വിവാദങ്ങളെ പരാമർശിക്കാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നതും ശ്രദ്ധേയം.
കൊച്ചിയിലെത്തിയ രാഹുൽ ഗാന്ധി KPCC സാംസ്കാരിക വിഭാഗം ഏർപ്പെടുത്തിയ പ്രിയദർശിനി പുരസ്കാരം സാഹിത്യകാരി പ്രൊഫസർ M. ലീലാവതിക്ക് വീട്ടിലെത്തി സമ്മാനിച്ച ശേഷമാണ് മറൈൻ ഡ്രൈവിൽ മഹാപഞ്ചായത്ത് വേദിയിലേക്ക് എത്തിയത്. M. ലീലാവതിയുമായുള്ള സംസാരത്തിൽ അവർ സൂചിപ്പിച്ച സാംസ്കാരിക മൗനത്തെക്കുറിച്ച് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. സാംസ്കാരിക മൗനം രാജ്യത്ത് ആകമാനം വ്യാപിക്കുന്നുവെന്നും എല്ലാ ജനവിരുദ്ധ നടപടികൾക്കിടയിലും ഇന്ത്യ നിശബ്ദമായിരിക്കണമെന്നാണ് BJPയും RSSും ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. She said something very, very powerful. She spoke about the culture of silence, explained how this culture of silence is spreading all across India. The ideological attack of the BJP and the RSS is designed to create a culture of silence. They want India to remain silent, India not to express itself, and they want to deliver all the wealth of our country to a few limited business houses. ജനപ്രതിനിധികൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. നിശബ്ദതയുടെ സംസ്കാരത്തെ വളരാൻ അനുവദിക്കാത്തവരായി ജനപ്രതിനിധികൾ മാറണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും അപ്പോൾ സമൂഹത്തിനായി എന്തൊക്കെ ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ പറയാൻ കഴിയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളെയൊന്നും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചില്ല. പ്രസംഗത്തിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള ജനപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നേതാക്കളായ സച്ചിൻ പൈലറ്റ്, ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, ശശി തരൂർ, രമേശ് ചെന്നിത്തല, K. സുധാകരൻ, UDF കൺവീനർ അടൂർ പ്രകാശ്, കർണാടക മന്ത്രി KJ ജോർജ്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ, MLAമാർ, മറ്റ് AICC, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിച്ച് വിജയിച്ചവരും പരാജയപ്പെട്ടവരുമായി 15,000-ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. 2026 T20 ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരാൻ മടിക്കുന്ന ബംഗ്ലാദേശിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അന്ത്യശാസനം നൽകിയതായി റിപ്പോർട്ട്. ബുധനാഴ്ചയ്ക്കകം ഇന്ത്യയിലേക്ക് പോകാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സമ്മതിച്ചില്ല എങ്കിൽ അവർക്ക് പകരം സ്കോട്ട്ലൻഡിനെ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തുമെന്ന് ICC അറിയിച്ചു. നിലവിലെ T20 റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോട്ട്ലൻഡിന് അവസരം ലഭിക്കുക. ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ കൊൽക്കത്തയിലും മുംബൈയിലുമായാണ് ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ കുംഭമേള മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായിൽ കൊടിയേറി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ധർമ്മധ്വജം ഉയർത്തി. സംസ്കാരം ദുർബലപ്പെടുന്നത് മറ്റുള്ളവർ നശിപ്പിച്ചതുകൊണ്ടല്ലെന്നും മറിച്ച് ശീലിക്കാനും സംരക്ഷിക്കാനും തയ്യാറാകാത്തതുകൊണ്ടാണെന്നും ഗവർണർ പറഞ്ഞു. 2.5 നൂറ്റാണ്ട് മുൻപ് നിലച്ചുപോയ ഭാരതപ്പുഴയുടെ മഹോത്സവത്തിന് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ തിരിതെളിഞ്ഞു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധർമ്മപതാക ഉയർത്തിയതോടെയാണ് ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘ മഹോത്സവത്തിന് തുടക്കമായത്. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ഗവർണർ ധ്വജാരോഹണത്തിനായി എത്തിയത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ തുടങ്ങി വിവിധ ആശ്രമങ്ങളിലെ സന്യാസിമാരും ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതം മുന്നോട്ടു പോകുന്നത് മണ്ണ് കീഴടക്കിയല്ല എന്നും ഹൃദയം കീഴടക്കിയാണെന്നും ഗവർണർ പറഞ്ഞു. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് സന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ നീളാസ്നാനവും നടന്നു. ഫെബ്രുവരി 3 വരെ നീളുന്ന മഹാമാഘത്തിനായി കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി പേരെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന നിള ആരതി ശ്രദ്ധേയമായി. കാശിയിലെ ദശാശ്വമേധ ഘാട്ടിൽ ഗംഗാ ആരതി നടക്കുന്ന പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിലാണ് നിള ആരതി നടത്തിയത്. മഹാമാഘക്കാലത്ത് സപ്ത നദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് സങ്കല്പം. ശംഖധ്വനികളും മന്ത്രോച്ചാരണങ്ങളുടെയും അകമ്പടിയിൽ നടന്ന ഗംഗാ ആരതി കാണുവാൻ ഭാരതപ്പുഴയുടെ ഇരു കരകളിലും വിശ്വാസികൾ ഒത്തുകൂടി. അടുത്ത മാസം 3-ാം തീയതി വരെ എല്ലാ ദിവസവും നിള ആരതി നടക്കും. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ട രഥയാത്ര തമിഴ്നാട് സർക്കാർ തടഞ്ഞ സംഭവം
ദൗർഭാഗ്യകരമാണെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി. പാലക്കാട് നിന്നും മുൻ നിശ്ചയിച്ച പ്രകാരം രഥയാത്ര തുടരും. പാലക്കാട് മുതലുള്ള ക്ഷേത്രങ്ങളിൽ സ്വീകരണവും മറ്റു പരിപാടികളും നടക്കും. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വിളിക്കുന്നതിനനുസരിച്ചാണോ ഇത്തരം തടസ്സങ്ങൾ ഭരണകൂടം സൃഷ്ടിക്കുന്നത് എന്നത് മനസ്സിലാകുന്നില്ല എന്നും സ്വാമി പറഞ്ഞു. ദൗർഭാഗ്യവശാൽ ഇന്നലെ രാത്രി വൈകി ഈ യാത്രയ്ക്ക് തമിഴ്നാട് പോലീസ് അനുമതി നിഷേധിച്ച ഒരു സാഹചര്യം ഉണ്ടായി. രാവിലെ ത്രിമൂർത്തി ഹില്ലിലെ ത്രിമൂർത്തി ദേവസ്ഥാനത്ത് മേരുവിലുള്ള പൂജയും മറ്റും കഴിഞ്ഞപ്പോൾ ആ മേരുവുമായി രഥത്തിൽ പുറപ്പെടാൻ കഴിയില്ല. പോലീസ് അത് പിന്നീട് ആ യാത്ര രഥം പിന്നീട് പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിർത്തി വരെ കടത്തി തരികയാണ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ മേരുപൂജ ചെയ്ത് മറ്റുള്ള സ്വീകരണങ്ങളെല്ലാം ഈ പല ആശ്രമങ്ങളിലും മറ്റുള്ള സ്വീകരണങ്ങളും എല്ലാം ഒഴിവാക്കി നേരെ പാലക്കാട്ടേക്ക് പ്രവേശിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരം പാലക്കാട് നിന്നുള്ള സ്വീകരണ പരിപാടികൾ തുടർന്ന് 22-ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേരുന്ന വിധത്തിൽ രഥയാത്ര പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. തിരുനാവായ കുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തർക്ക് ആശ്വാസമായി എറണാകുളം അമൃത ഹോസ്പിറ്റലും മഹാമഹാനഗരിയിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഒരു താൽക്കാലിക ആശുപത്രി തന്നെയാണ് അമൃത ഹോസ്പിറ്റൽ സജ്ജീകരിച്ചത്. തിരുനാവായ മഹാമാഘ ഉത്സവത്തിനായി എത്തുന്ന ആയിരങ്ങൾക്ക് ആശ്വാസമാണ് ഉത്സവ നഗരിയിലെ മെഡിക്കൽ സെന്റർ. കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം. 8 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം താൽക്കാലിക സെന്ററിൽ ലഭ്യമാണ്. മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, താനൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലെ സീനിയർ ഡോക്ടറും പ്രൊഫസറുമായ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. നമുക്ക് കിടത്തി 7 പേർക്ക് കൊടുക്കാം. ബാക്കി നമ്മൾ ഈ ഫ്രണ്ടിലേക്കുള്ള പന്തലും കൂടി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കരുതി സ്പേസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരു സമയത്ത് ഒരു 25-30 പേരോളം നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളുള്ള വാഹനവും ഉടനെ തിരുനാവായയിലെത്തും. അമൃത ന്യൂസ്, മലപ്പുറം. ശബരിമല നട അടയ്ക്കുന്നതിന് മുന്നോടിയായി അയ്യപ്പസ്വാമിയുടെ ശരംകുത്തി എഴുന്നള്ളത്ത് നടന്നു. ശരംകുത്തിയിൽ നടന്ന നായാട്ടുവിളിക്ക് ശേഷം ഭൂതഗണങ്ങളുമായി അയ്യൻ തിരികെ ശബരിമലയിലേക്ക് എത്തുന്നു എന്നാണ് വിശ്വാസം. മണിമണ്ഡപത്തിൽ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ കളമെഴുതിയ ശേഷം വലതുവശം തലപ്പാറമലയുടെയും ഇടതുവശം ഉടുമ്പാറമലയുടെയും കൊടികളുമായാണ് അയ്യപ്പൻ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളുന്നത്. വാദ്യമേളങ്ങൾ, തീവെട്ടി, കുത്തുവിളക്ക് എന്നിവയുടെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത്. മകരവിളക്കിന് ശേഷം ആദ്യ 4 ദിനം മണിമണ്ഡപത്തിൽ നിന്നും 18ാം പടി വരെ നടക്കുന്ന വിളക്കിനെഴുന്നേൽപ്പിന് ശേഷം നിലപാട് തറയിൽ നടക്കുന്ന നായാട്ടുവിളി 5ാം ദിനം ശരംകുത്തിയിലാണ് നടക്കുന്നത്. ഉത്സവത്തിനെത്തിയ ഭക്തരെ ക്ഷേത്ര അതിർത്തിയിലെത്തിച്ച് യാത്രയാക്കുന്നതോടൊപ്പം ഉത്സവവേളയിൽ ശബരിമലയിൽ നിന്നും ഉൾക്കാടുകളിലേക്ക് പോയ അയ്യപ്പന്റെ കാവലാളുകളായ ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നു എന്ന സങ്കല്പത്തിലാണ് നായാട്ടുവിളി. ശരംകുത്തിയിൽ നിന്ന് തീവെട്ടിയും മേളവുമില്ലാതെ നിശബ്ദമായാണ് സംഘം മണിമണ്ഡപത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. തുടർന്ന് മാളികപ്പുറം മേൽശാന്തി, നായാട്ടുവിളി സംഘം, തിരുവാഭരണ പേടകവാഹക സംഘം, കുത്തുവിളക്കെടുക്കുന്ന കഴകം എന്നിവർക്ക് മണിമണ്ഡപം കർമ്മികൾ കിഴിപ്പണം നൽകും. പിന്നീട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ കളം മായ്ക്കുന്നതോടെയാണ് കളമെടുത്തു ചടങ്ങ് അവസാനിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം.
കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച സംഭവത്തിൽ തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയെ പ്രതി ചേർക്കാൻ സാധ്യത. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാകും ചുമത്തുക. പരിപാടിയുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തിയതിന് തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതികളായേക്കും. ജനുവരി 12 നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വിജയ്ക്ക് മുൻപാകെ 90 ചോദ്യങ്ങളാണ് CBI ഉന്നയിച്ചിരുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് വീണ്ടും ചോദ്യം ചെയ്യൽ. ഈ മാസം 12 വിജയ് CBIക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാനാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ADGP ഉൾപ്പെടെയുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തേക്കുമെന്ന് സൂചനയുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പുകളാകും ചുമത്തുക. CBI കുറ്റപത്രം ഫെബ്രുവരി 2-ാം വാരം സമർപ്പിച്ചേക്കും. പോലീസിനെ കൂടാതെ പാർട്ടിയിലെ നേതാക്കളുടെയും വിജയുടെയും മൊഴി പരിശോധിക്കും. മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും CBI പരിശോധിക്കും. അതേസമയം വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് മൊഴി നൽകിയിട്ടുണ്ട്. റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് TVK അറിയിച്ചില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. 30,000-ത്തിലധികം പേർ എത്തിയത് അപകടത്തിലേക്ക് നയിച്ചതിന് കാരണമാകാമെന്നും CBIയോട് പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ ഏജൻസി. രാവിലെ 11 മണിയോടെ CBIയുടെ ദേശീയ ആസ്ഥാനത്ത് വിജയെ ചോദ്യം ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIക്ക് വിട്ടത്. ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നതായിരുന്നു CBI അറിയിച്ചത്. എന്നാൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും TVK അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നതിനപ്പുറം വിജയ് എന്ന താരത്തെ കൂടി കാണാനാണ് ആളുകൾ എത്തിയത്. ഇക്കാരണങ്ങളാൽ വിജയിയും കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരള വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന് തുടക്കമായി. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ക്യാമ്പയിൻ അംബാസഡറായ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ വിശിഷ്ടാതിഥിയായി. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പറന്നുയരാം കരുത്തോടെ എന്ന ടാഗ് ലൈനിൽ സംസ്ഥാനത്തുടനീളം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടമായി സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളെ പങ്കെടുപ്പിച്ച് പരിപാടികൾ സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. അതീവ പ്രാധാന്യമുള്ള ഒരു ക്യാമ്പയിനാണ് വനിതാ കമ്മീഷൻ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അതീവ പ്രാധാന്യമുള്ള ഒരു ക്യാമ്പയിനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ തുടക്കം കുറിക്കുന്നത്. 3 പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ വനിതാ കമ്മീഷൻ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടു, നീതി ഉറപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടു വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ സ്ത്രീകൾ ചിറകടിച്ചു പറക്കുവാൻ സ്വയം പ്രാപ്തരാകണമെന്നും അതിനുള്ള വഴികൾ കണ്ടെത്തണമെന്നും പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ അംബാസഡർ കൂടിയായ മഞ്ജു വാര്യർ പറഞ്ഞു. നിങ്ങളുടെ ചിറകുകൾ പറന്നുയരാനുള്ള നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തണമെന്നും ആ ചിറകുകൾ വിരിച്ച് പറക്കാനുള്ള ആകാശം വേണ്ടി വന്നാൽ സ്വയം സൃഷ്ടിക്കാനും നിങ്ങൾ പ്രാപ്തരാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ട ഉപദേശങ്ങൾ തരാനും നിങ്ങളുടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ നമ്മുടെ വനിതാ കമ്മീഷൻ്റെ സാരഥികൾ ഇവിടെയുണ്ട്. ഇത്രയും വർഷത്തെ പൈതൃകമുള്ള വനിതാ കമ്മീഷൻ്റെ ഒരു തണലിൽ നിൽക്കുമ്പോൾ ഞാൻ അടക്കമുള്ള സ്ത്രീ സമൂഹത്തിന് വളരെ വലിയ ആത്മവിശ്വാസമാണ് തോന്നുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി നമുക്കെങ്ങനെ പറന്നുയരാം എന്ന വിഷയത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മോഡറേറ്ററാകുന്ന സംവാദവും നടന്നു. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. സതീദേവി, ഷർമിള മേരി IAS, അജിത ബീഗം IPS, പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC സാംസ്കാരിക വിഭാഗം ഏർപ്പെടുത്തിയ 2ാമത് പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം പ്രമുഖ നിരൂപക പത്മശ്രീ പ്രൊഫസർ M. ലീലാവതിക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി MP സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലീലാവതി ടീച്ചർ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അഭിമാനമെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. അവാർഡ് തുകയായ 1 ലക്ഷം രൂപ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് നൽകുന്നതായും ലീലാവതി ടീച്ചർ അറിയിച്ചു.